പ്രണയകാലം. ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണുക. ഇല്ലെങ്കിൽ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളത് മറന്നുപോകും. വീഡിയോ കുറച്ചുകൂടെ റീച്ചായി കിട്ടണമെന്ന് ചെറിയൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പ്രണയകാലം. പുറത്തു കടന്നവൻ വേഗത്തിൽ ഒരു ബൈക്കിലേക്ക് എടുത്തു കയറുന്നത് അമീർ കണ്ടു. അമീർ ഒട്ടൊരു നിമിഷം കാത്തുനിന്നതിന് ശേഷം കാറിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബൈക്കുമായി പോകുന്നവനെ പിന്തുടർന്നു. ഏതോ ഇടവഴിയിലേക്ക് ബൈക്ക് കയറിപ്പോകെ അവൻ്റെ പിന്നാലെ കയറി ചെല്ലണോ വേണ്ടയോ എന്നത് അമീർ ഒന്ന് ചിന്തിച്ചു. വേണ്ട എന്ന് മനസ്സ് പറഞ്ഞു. വഴി കാണുമ്പോൾ അധികം ആളും തിരക്കുമില്ലാത്ത ഒരിടമാണ്. അവനെ പിന്തുടർന്നു പോയ ഒരു പക്ഷേ അവൻ തന്നെ ശ്രദ്ധിച്ചേക്കാം. അല്പം നേരം കാറിൽ തന്നെ ഇരുന്നപ്പോഴാണ് കുറച്ച് അപ്പുറത്ത് നിന്നും ഒരാൾ അരികിലേക്ക് വരുന്നത് അമീർ കണ്ടത്. പെട്ടെന്ന് കാറിൻ്റെ ഉള്ളിൽ നിന്നും തല പുറത്തേക്കിട്ടുകൊണ്ട് അമീർ അയാളെ തടഞ്ഞു. അത് ചേട്ടാ, ഈ വഴി എങ്ങോട്ടുള്ളതാണ്? അമീർ ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോവേണ്ടത്? അയാൾ മറുചോദ്യം ചോദിച്ചു. ഇവിടെ അടുത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വന്നതാ. ഇതുപോലൊരു ഇടവഴി കഴിഞ്ഞിട്ട് അവൻ്റെ വീട് എന്നൊരു ഓർമ്മയുണ്ട്. ഇതുവഴി പോയാൽ ഉള്ളിയ വീടുകളില്ലേ? അമീർ പിന്നും ചോദിച്ചു. ഇല്ലല്ലോ, അവിടെ നിറയെ റബ്ബർ തോട്ടമാ. 5-6 ഏക്കർ വരും. വീടൊന്നില്ല മോനെ. ആണോ? ശരി ചേട്ടാ, ഞാൻ ആളെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പോയിക്കോളാം. അമീർ അയാളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്തു. അയാളും മറുപടിയായി ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അമീറിൻ്റെ കണ്ണുകൾ കുറുകി. ഉള്ളിലോട്ട് വഴിയില്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അവൻ പോയ വഴിയെ തന്നെ തിരിച്ചു വരും. അമീർ ക്ഷമയോടെ കാത്തുനിന്നു. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ആ ഇടവഴി ഇറങ്ങി 2 ചെറുപ്പക്കാർ ബൈക്കിൽ വരുന്നത് അമീർ കണ്ടു. മുടിയും താടിയും നീട്ടി വളർത്തിയ 2 പേർ. പിറകിലിരിക്കുന്നവനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ അറിയാം അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ട് എന്ന്. സാധനം സൂക്ഷിച്ചു വെച്ചേക്കണേ. രൂപ 5000 അവൻ എണ്ണിക്കൊടുത്തത്. അമീറിനെ കടന്ന് അവരുടെ ബൈക്ക് മുന്നിലോട്ട് പായവേ ഒന്നാമൻ പിറകിലിരിക്കുന്നവന് നിർദ്ദേശം കൊടുക്കുന്നത് കേട്ടു. അവിടെ നിന്നും 5 നിമിഷം കഴിഞ്ഞ പാടെ ഇടവഴിയിൽ നിന്നും താൻ പിന്തുടർന്നെത്തിയവൻ ഇറങ്ങി വരുന്നത് കണ്ടു. അമീറിൻ്റെ കൈകൾ യാന്ത്രികമായി സ്റ്റിയറിങ്ങിൽ മുറുകി. പതിയെ അവനൊപ്പം യാത്ര ചെയ്തു തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ കൂടെ പിന്നിടവേ അവൻ വഴിയെ അവനെ കടന്നു പോകുന്നവർക്ക് ചെറു ചിരിയോ അല്ലെങ്കിൽ കൈ വീശിയോ ഒന്ന് കാണിക്കുകയോ ചെയ്യുന്നതായി അമീറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അവൻ്റെ നാട് തന്നെ ആവാനാണ് സാധ്യത എന്ന് അമീർ കണക്കുകൂട്ടി. തിരിച്ച് അവനോടും ചിലർ ചിരിക്കുന്നുണ്ട്. മുന്നിൽ പോകുന്നവൻ കുറ്റവും തെറ്റും പരസ്യമായി ചെയ്യുന്നവനല്ല, മറിച്ച് നല്ലവൻ എന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കളത്തിലിറങ്ങി കളിക്കാതെ കരുക്കൾ നീക്കുന്നവനാണെന്ന് അമീർ മനസ്സിലോർത്തു. ഒരു വണ്ടി പാസ് ചെയ്തു പോയപ്പോൾ നന്ദു, വൈകിട്ട് ക്ലബിൽ കാണില്ലേ എന്ന് ഒരു പയ്യൻ അവനോട് ചോദിക്കുന്നത് അമീർ വ്യക്തമായി കേട്ടു. ചുറ്റുമൊന്ന് നോക്കിയേ അമീറിന് കല്ലുവിനെ ഓർമ്മ വന്നു. ഇത് കല്യാണിയുടെ നാടല്ലേ? അമീർ ഉള്ളിൽ ചിന്തിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ബൈക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കുന്നത് കണ്ടു. മുന്നിൽ കണ്ട കാഴ്ച അമീറിൻ്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റിച്ചു. അവൻ്റെ തൊണ്ട വരണ്ടു, കൈകൾ വിറച്ചു. ഉള്ളങ്കാലിൽ നിന്നും ഒരു തണുപ്പ് വന്ന് മൂടുന്ന പോലെ. മുന്നിൽ കല്യാണി ബൈക്കിലിരിക്കുന്ന ചെറുപ്പക്കാരനോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ട് അവൾ ആ ബൈക്കിലേക്ക് കയറി. ബൈക്ക് അകന്നു പോകുന്നത് നോക്കി അമീർ തടിച്ചു നിന്നു. നന്ദു, വൈകിട്ട് ക്ലബിൽ കാണില്ലേ എന്ന് നേരത്തെ കുറുകെ വന്നവൻ ചോദിച്ച ചോദ്യം അമീറിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറി വന്നു. നന്ദു, നന്ദൻ, കല്യാണിയുടെ സഹോദരൻ. നാഴികക്ക് 40 വട്ടം അവൾ പറയാറുള്ള പേര് നന്ദൻ. എൻ്റെ നന്ദൻ. അവൻ എന്നെ കൈവിടില്ല. അവൻ എന്നെ ചേർത്ത് പിടിക്കും. അവന് ഞാൻ എന്നാൽ ജീവനാ. നന്ദനെ തുടർന്ന് പഠിപ്പിക്കണം. അതിന് എന്ത് ജോലിയെടുക്കാനും മടിയില്ലെന്ന് പറഞ്ഞ ഒരുവൾ. അമീറിൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ പിടഞ്ഞുപോയി. കല്യാണി എന്നൊരുവളുടെ അവസാനത്തെ പ്രതീക്ഷയും ഇതാ കൂരാകൂരിരുട്ടിൽ മൺമറഞ്ഞു പോയിരിക്കുന്നു. അമീർ ഓർത്തുപോയി. ഇനിയും അവളെ പരീക്ഷിച്ചു മതിയായില്ലേ? എന്തിനാ ഇനിയും അതിനെ വേദനിപ്പിക്കുന്നേ? തൻ്റെ നന്ദൻ ലഹരിയുടെ ഊരാക്കുടുക്കിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇനിയും അവൾ തകർന്നു പോയില്ലേ? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൾക്ക് മാത്രം ഈ ദുർവിധി? അമീർ ദൈവത്തിനോട് കയർത്തുകൊണ്ടിരുന്നു. കല്യാണിയും നന്ദനും അകത്തേക്ക് കയറുമ്പോൾ അച്ഛൻ ചാരുകസേരയിൽ തന്നെ ഇരിപ്പുണ്ട്. അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ അയാൾ ഒന്ന് നിവർന്നിരുന്നു കൊണ്ട് ചിരിച്ചു. കല്ലു ഇന്ന് നേരത്തെയാണല്ലോ. വരുന്ന വഴി നന്ദനെ കണ്ടു. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ ഇങ്ങ് പോന്നു. കല്ലു അച്ഛനെ നോക്കിക്കൊണ്ട് ചിരിച്ചു. നിനക്കിന്ന് കോളേജില്ലേ നന്ദ? അയാൾ നന്ദന് നേരെ തിരിഞ്ഞു. അത് സ്റ്റുഡൻസ് മാനേജ്മെൻറ്റും കൂടെ എന്തോ കശപിശ. അത് കാരണം കുട്ടികൾ സമരത്തിന് ഇറങ്ങി.
2-3 ദിവസത്തേക്ക് എന്തായാലും കോളേജ് ഉണ്ടാവില്ല അച്ഛാ, അവൻ അല്പം പതർച്ചയോടെ പറഞ്ഞു. തല്ലുകൊള്ളിത്തരത്തിനൊന്നും പോകണ്ടട്ടോ, നന്നായി പഠിക്കാൻ നോക്ക്. അച്ഛൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് പറയവേ അനുസരണമുള്ള കുട്ടിയെപ്പോലെ അവൻ തല ആട്ടുന്നുണ്ടായിരുന്നു. കല്യാണി, നന്ദൻ്റെ കൂടെ അകത്തേക്ക് കയറി പോകാൻ ഒരുങ്ങുന്നവളെ അയാൾ വിളിച്ചു. എന്താ അച്ഛാ? അയാൾ ചാരുകസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവളുടെ അരികിൽ വന്നു നിന്നു. അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാനുള്ള നേരം അടുത്തു തുടങ്ങിയിരുന്നു. ഇത്രയും ദിവസം കെട്ടിയാടിയ സ്നേഹനിധിയായ അച്ഛൻ്റെ വേഷം ഊരിവെക്കാനുള്ള സമയമായിരിക്കുന്നു. അരങ്ങൊഴിയണോ വേണ്ടയോ എന്നത് അയാൾ ഒരു വട്ടം കൂടെ ചിന്തിച്ചുറപ്പിച്ചു. ശേഖരൻ കല്ലുവിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥത കാണുന്നു. കല്യാണി ചോദിച്ചു. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, അയാൾ ഒട്ടൊരു നേരത്തെ ആലോചനയോടെ പറഞ്ഞു. തീരുമാനമോ? എന്ത് തീരുമാനം? കല്ലു അയാളെ തന്നെ നോക്കി. എല്ലാ കാലത്തും നിനക്കിങ്ങനെ ജീവിച്ചാൽ മതിയോ കുട്ടിയെ? ഈ കുടുംബത്തിൻ്റെ ഭാരവും ബാക്കിയുള്ളവരുടെ കാര്യവും എല്ലാം നോക്കിക്കൊണ്ട് മാത്രം ഓരോ നിമിഷവും ഓരോ ദിവസവും നിന്നെല്ലാവരും മുതലെടുത്തു കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് വളം വെച്ച് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല കുട്ടിയെ. ഇത്രയും കാലം നിന്നോട് ഞാൻ ചെയ്ത ക്രൂരതകൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അറിയാത്ത കുറ്റബോധത്തിൽ നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അയാൾ ഉള്ളൊരുക്കത്തോടെ കണ്ണുകൾ തുടച്ചു. അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്നത്? ഞാൻ അതൊക്കെ എന്നോ മറന്നു കളഞ്ഞു. ഒന്നുമില്ലെങ്കിലും അച്ഛൻ എന്നെ തുടർന്ന് പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലേ? അത്ര മതി, അത്രമാത്രം മതി. അതിനു മാത്രമേ കല്യാണി ആഗ്രഹിച്ചിട്ടുള്ളൂ. കല്യാണി പറഞ്ഞു. മോളെ കല്യാണി, എല്ലാവരും പറയുന്ന പോലെ നിനക്ക് പഠിക്കാനും അത് കഴിഞ്ഞ് ഒരു ജോലി നേടാനും ഒക്കെ ഈ കുടുംബത്തിൻ്റെ ഭാരം വലിച്ചുകൊണ്ട് സാധിക്കുകയില്ല. ഒന്ന് കരകയറാൻ തന്നെ നിനക്ക് ഒരുപാട് കാലം എടുക്കും. അന്നേരം വരെയും ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടണം. നിനക്ക് തന്നെ അറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥ. എൻ്റെ കാലം കഴിഞ്ഞാൽ നീ ഈ കുടുംബത്തിൽ ഒരധിക പറ്റാവുമോ എന്ന് പോലും എനിക്ക് സംശയമില്ലാതെയില്ല. ചെറിയമ്മയുടെയും ശ്രീകുട്ടിയുടെയും സ്വഭാവം അറിയാമല്ലോ. അല്ല, അവരെ തെറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. നിന്നോടുള്ള എൻ്റെ സമീപനമാണ് അവർക്ക് വളമായത്. ഒരു കാലത്തും നിനക്കൊരു കുടുംബജീവിതം വേണമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ലായിരുന്നു. ഒരിക്കലും ശ്രീകുട്ടിക്ക് മുകളിൽ നിനക്കൊരു സ്ഥാനമോ ഒരു മോഹമോ ഉണ്ടാകരുതെന്ന് മനസ്സിൽ ഞാൻ തീർപ്പാക്കിയിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. ഒരു പ്രത്യേകതരം വിദ്വേഷമായിരുന്നു നിന്നോട് എനിക്ക്. പക്ഷേ ഇന്നങ്ങനെയല്ല. നിന്റെ നല്ല ഭാവി മറ്റാരേക്കാളും അധികം അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഡോക്ടർ സാർ പറഞ്ഞതുപോലെ മാപ്പ് എന്ന 2 അക്ഷരത്തെ നിന്നോട് ഞാൻ ചെയ്ത ക്രൂരതകൾക്കൊന്നും ഒരു പരിഹാരമാവില്ല കുട്ടിയെ. എൻ്റെ കാലം കഴിയാനായി മോളെ. അത് കഴിഞ്ഞ് നീ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയം എന്നെ തളർത്തുന്നു. അങ്ങനെ നിന്നെ ഈ ആഴക്കടലിലേക്ക് തള്ളിയിട്ട് പോയാൽ എൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. അച്ഛൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? കല്ലു സംശയത്തോടെ അയാളെ നോക്കി. മോളെ, അച്ഛൻ മോൾക്കൊരു വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ അവർ പെണ്ണ് കാണാൻ വരും. മോൾ ഇതിന് സമ്മതിക്കണം. എത്രയും എളുപ്പം ഈ ദുരിതഭൂമിയിൽ നിന്നും മോൾ രക്ഷപ്പെട്ടു പോയിക്കോ. അയാളുടെ വാക്കുകളിൽ കല്യാണി സ്തംഭിച്ചു നിന്നു. അച്ഛ, വിവാഹമോ? ഞാൻ വിവാഹം ചെയ്തു പോയാൽ എങ്ങനെ അച്ഛാ? നന്ദ ഒരു കര പറ്റിയിട്ടുണ്ടോ? ശ്രീകുട്ടിക്ക് തുടർന്ന് പഠിക്കണ്ടേ? അച്ഛൻ്റെയും ചെറിയമ്മയുടെയും ചികിത്സാ ചിലവ് എല്ലാം കൂടെ എങ്ങനെ അച്ഛാ മുന്നോട്ട് പോവുക? നിങ്ങളെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് എൻ്റെ ഭാവി തേടി പോകാൻ കഴിയുമോ? കല്ലുവിൻ്റെ സ്വരം ഇടറി. മോളെ, അച്ഛൻ എല്ലാം ആലോചിച്ചിട്ടു തന്നെയാ. മോൾക്ക് അച്ഛൻ കൊണ്ടുവന്ന ആലോചന ഇതുപോലെ ഒരു നരകത്തിലേക്കുള്ളതല്ല. കോടീശ്വരനാണ് മോളെ വിവാഹം ചെയ്യാൻ പോകുന്നത്. ഈ കല്യാണത്തോടെ നമ്മളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. അയാൾ കല്ലുവിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, ഞാൻ ഇപ്പോൾ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പഠിച്ചൊരു നല്ല ജോലിയായി ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് അച്ഛാ. കല്ലു ദയനീയമായി അയാളെ നോക്കി. എത്ര കാലമെടുക്കും മോളെ അതിനൊക്കെ? ഒരുപാട് കാലമെടുക്കും. ചിലപ്പോൾ മോൾ ചിന്തിക്കുന്ന പോലെ ഒന്നും നടന്നില്ല എന്നുകൂടെ വരാം. പക്ഷേ ഈ വിവാഹത്തോടെ മോളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയുകയേ ഉള്ളൂ. മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. വിവാഹം കഴിഞ്ഞാലും അവർ പഠിപ്പിച്ചോളും നിന്നെ. നിന്റെ ഒരു ആഗ്രഹങ്ങൾക്കും അവർ എതിരാവില്ല. ഇത് അച്ഛൻ മോൾക്ക് തരുന്ന ഉറപ്പാണ്. അയാൾ കൗശലത്തോടെ കല്ലുവിനെ തന്നെ നോക്കി. കല്ലു എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ കല്ലുവിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. മോൾ ഇതിന് സമ്മതിക്കണം. അച്ഛന് വേണ്ടി, നിനക്ക് വേണ്ടി, നമ്മളുടെ കുടുംബത്തിന് വേണ്ടി. അയാൾ നിറഞ്ഞ മിഴികളോടെ അവളെ തന്നെ ഉറ്റുനോക്കി. അച്ഛൻ്റെ ആ നോട്ടത്തിൽ അവളുടെ ആത്മാവ് വ്രണപ്പെട്ടു.
അവൾക്ക് ചങ്ക് പിടഞ്ഞു. സ്വന്തം അച്ഛനാണ് തൻ്റെ മുന്നിൽ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുന്നത്. എങ്കിലും ഹൃദയത്തിൻ്റെ തുലാസിൽ ഭാരം കൂടുതൽ അലീന വെച്ചു നീട്ടിയ ഭാവിക്ക് തന്നെയായിരുന്നു. അവൾ തന്നിട്ട് പോയ പുസ്തകങ്ങൾക്ക് തന്നെയായിരുന്നു കല്യാണിക്ക് ഭാരം കൂടുതൽ അത്രയും. പക്ഷെ അച്ഛനെ എങ്ങനെ ഞാൻ ധിക്കരിക്കും? അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അതിലുമെല്ലാം ഉപരി മിഴികളിൽ ഒരുവൻ്റെ മുഖം തെളിഞ്ഞു വന്നു. 1-2 വട്ടം മാത്രം കണ്ട ഒരു മുഖം. പക്ഷേ ഉള്ളിൽ സ്നേഹം നിറച്ചു വെച്ചുകൊണ്ടുള്ള ആ നോട്ടം ആദ്യ കാഴ്ചയിൽ തന്നെ കല്ലുവിൻ്റെ നെഞ്ചിൽ തട്ടി നിന്നിരുന്നു. അങ്ങനെ ഒരു വട്ടം കാണുമ്പോഴേക്കും ഒരാളോട് ഇഷ്ടം തോന്നുവോ? കല്ലു സ്വയമേ ചിന്തിച്ചു. പക്ഷേ എനിക്ക് തോന്നിയല്ലോ. അതിനുശേഷം ഒരിക്കലെങ്കിലും അയാളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും കല്ലുവിനുണ്ടായിട്ടില്ല. രാഹുൽ. ആ മുഖം കല്ലുവിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ആർദ്രമായ ആ നോട്ടവും ചെറുചിരിയോടെയുള്ള സംസാരവുമെല്ലാം. അല്ലെങ്കിലും ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ജീവിതത്തിൽ 1-2 വട്ടം മാത്രം കണ്ടിട്ടുള്ള ഒരാളെ മനസ്സിൽ കൊണ്ട് നടക്കാൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഒരു കണ്ണിൽ എന്നെ കണ്ടിട്ടുകൂടെ ഉണ്ടാവില്ല. കല്ലു അവിടെ സ്വയം തിരുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അന്നേരവും അവൾ അറിഞ്ഞിരുന്നില്ല രാഹുൽ എന്ന മനുഷ്യന് അവളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന പ്രാധാന്യം എന്താണെന്ന്. താൻ മനസ്സിൽ രാഹുലിനെ നിറച്ചു വെച്ചിരിക്കുന്ന പോലെ അവൻ്റെ മനസ്സിലും കല്യാണി മാത്രമാണെന്ന്. അച്ഛനോട് മറുപടിയൊന്നും പറയാതെ തന്നെ അവൾ മുറിയിലേക്ക് നടന്നു. എപ്പോഴോ കയ്യിലിരിക്കുന്ന ബാഗ് ഊർന്ന് താഴേക്ക് വീണിരുന്നു. ഒരുപാട് സ്വപ്നം കണ്ടു തുടങ്ങി തുടർന്ന് പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, കുടുംബം നോക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു പോയി. വെറുതെ ആയി എല്ലാം. അല്ലെങ്കിലും ഇപ്പോഴും അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അച്ഛന് വേണ്ടി സമ്മതിക്കണമെന്ന്, കുടുംബത്തിന് വേണ്ടി സമ്മതിക്കണമെന്ന്. അപ്പോഴും എനിക്ക് വേണ്ടി ഒന്നുമില്ല. എൻ്റെ ഭാവിയും മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ. കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചത് പെട്ടെന്നായിരുന്നു. ഫോണിൽ പതിവില്ലാത്ത വിധം അറിയാത്തൊരു നമ്പർ തെളിഞ്ഞു വന്നു. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയോട് ചേർത്ത് പിടിച്ചു കല്ലു. മറുപുറം മൗനമായി തുടരെ അല്പം പതർച്ചയോടെ ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങി. ഹലോ. ഞാൻ ചെവിയിൽ തന്നെ ഫോൺ ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു. മറുവശം ഒരു ദീർഘമായ നിശ്വാസം കല്ലു കേട്ടു. ഞാനാ, രാഹുൽ. ആ ഒരു വാക്ക് അവളുടെ ചെവിയിലേക്ക് ഇരച്ചു കയറി ഹൃദയം ഇടിച്ചുയർന്നു. ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ വാക്കുകൾ അത്രയും തൊണ്ടക്കുഴിയിൽ കുടുങ്ങി. ഉമിനീർ വിലങ്ങിപ്പോയി. എന്താ താനൊന്നും മിണ്ടാത്തത്? തനിക്കെന്നെ മനസ്സിലായില്ലേ? മറുപുറം അവൻ മറ്റെന്തൊക്കെയോ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു മൗനത്തിന് ശേഷം ഞാൻ സംസാരിച്ചു തുടങ്ങി. അത് എനിക്ക് മനസ്സിലായി. എൻ്റെ ശബ്ദം തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പതിഞ്ഞ സ്വരത്തിൽ അത് പറയുമ്പോൾ അപ്പുറം ചെറിയൊരു ചിരി കേട്ടു. ആത്മാവോളം എത്തുന്നൊരു ചിരി. രാഹുൽ എന്ന് പറഞ്ഞപ്പോഴേ തനിക്ക് മനസ്സിലായോ? ഞാൻ എങ്ങനെ ഇനി വിശദീകരിക്കും എന്ന് കരുതിയാ ഫോൺ വിളിച്ചത്. 1-2 വട്ടമല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ. അപ്പുറം ഇരിക്കുന്നവൻ്റെ സ്വരത്തിന് മാത്രം കാതോർത്തുകൊണ്ട് കല്ലു ഇരിപ്പ് തുടർന്നു. അല്ലു ഫോൺ നമ്പർ തന്നതാ. പിന്നെ കോളേജിലെ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് ഫോമും കാര്യങ്ങളൊക്കെ അല്ലുവിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് പറയാൻ വിളിച്ചതാ. അഡ്മിഷൻ്റെ ആവശ്യത്തിന് ചിലപ്പോൾ ഒരിക്കൽ വരേണ്ടി വരും. വീട്ടിലിരുന്ന് നന്നായി ഒന്ന് ശ്രമിച്ചാൽ മതി. പരീക്ഷയൊക്കെ നമുക്ക് എളുപ്പം എഴുതിയെടുക്കാം. അപ്പുറം ഇരിക്കുന്നവൻ തന്നിൽ പ്രതീക്ഷ ഊതി നിറക്കുകയായിരുന്നു. ഒരു സൂചിമുനയോളം മാത്രമേ ആ ഊതി പെരുപ്പിച്ചതിന് ആയുസുള്ളൂ എന്ന് അറിയാതെ തന്നെ. മറുപടിയായി കല്ലു ഒന്ന് മൂടി. തുടർന്ന് പഠിക്കാൻ എന്താവശ്യമുണ്ടെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയമാണെങ്കിൽ പോലും മടിയൊന്നും കൂടാതെ എന്നോട് ചോദിച്ചേക്കണേ, ഞാൻ പറഞ്ഞു തരാം, രാഹുൽ ആർദ്രമായി പറഞ്ഞു. ഉടനെ കല്യാണിക്ക് കരച്ചിൽ വന്നു. തുടങ്ങുന്നതിന് മുന്നേ പൊലിഞ്ഞു പോവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന തൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് ഒന്നും അറിയാത്ത ഒരുവൻ പ്രതീക്ഷ വെച്ച് നീട്ടുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അവൻ വാത്തോരാതെ സംസാരിക്കുന്നത് എന്ന ചിന്ത പോലും അവളെ ഉലച്ചു കളഞ്ഞിരുന്നു. അവനോട് എന്തു മറുപടി പറയും എന്ന ചിന്ത പെരുകിയപ്പോൾ അവൾ ഫോൺ വെച്ചു. ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവളും കട്ടിലിലേക്ക് കമിഴ്ന്നു കിടന്നു. സങ്കടം അത്രയും പേമാരി കണക്കെ പെയ്തിറങ്ങി. കല്ലു പെട്ടെന്ന് ഒരു വാക്കുപോലും പറയാതെ ഫോൺ വെച്ച് പോയപ്പോൾ രാഹുലിന് അത് മുഖത്ത് കിട്ടിയ അടി പോലെയായിരുന്നു. താൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞു, അത് വിളിച്ചത് ഇഷ്ടപ്പെട്ട് കാണില്ലേ? ആ ആകുലതയിൽ രാഹുൽ ഫോൺ കയ്യിൽ തന്നെ പിടിച്ച് തരിച്ചിരുന്നു പോയി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കല്ലുവിന് എന്നുമുള്ള ഒരു ഉത്സാഹം തോന്നിയിരുന്നില്ല. തിടുക്കത്തിൽ ബാഗും വലിച്ചിട്ട് ഇറങ്ങാൻ നേരം അച്ഛൻ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അച്ഛൻ്റെ പിൻവിളി വന്നിരുന്നു. തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കാലുകൾ നിശ്ചലമായി. വൈകിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടർ വരും. അവർക്ക് ഇഷ്ടമായാൽ 2 ആഴ്ച അകത്ത് കല്യാണം വേണമെന്നാ പറയുന്നത്. മോൾക്കിപ്പോൾ അച്ഛൻ സ്വാർത്ഥനാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇത് അച്ഛൻ്റെ കടമയാണ്. എനിക്കത് നിർവഹിച്ചേ മതിയാവും. മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛൻ പറയുന്നത് എന്ന് കരുതിയാൽ മതി. വൈകുന്നേരം നേരത്തെ എത്തിയേക്കണം കേട്ടോ. മറുപടി ഇല്ലാതെ പിന്തിരിഞ്ഞ്
നിൽക്കുന്ന കല്ലുവിനെ തന്നെ കാണെ അയാൾ അടുത്ത അടവെടുത്തു. മോൾക്ക് അച്ഛനോട് നീരസം എന്തെങ്കിലും ഉണ്ടോ? അച്ഛൻ്റെ കാലം കഴിയുന്നതിന് മുന്നേ നിന്നൊരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം, അത്രയേ ഉള്ളൂ. മോൾ എന്താ ഒന്നും മിണ്ടാത്തേ? ചോദ്യം തന്നോടാണെങ്കിലും അവൾ മറുപടി ഒന്നും പറയാതെ മുറ്റത്തേക്ക് ഇറങ്ങി. ശേഖരൻ്റെ കണ്ണുകളൊന്ന് കുറുകി. വൈകുന്നേരം നീ നേരത്തെ തന്നെ വരും. അവരുടെ മുന്നിൽ നിന്നെ ഞാൻ നിർത്തുകയും ചെയ്യും. നിന്നെ വരുത്തിക്കാൻ എനിക്കറിയാമടി. ഇത്രയും ദിവസം വഴിയിലൂടെ പോകുന്നവരുടെ എല്ലാം അഹങ്കാരം കേട്ട് വീട്ടിൽ വന്ന് നിനക്ക് വേണ്ടി കുടിച്ചിപ്പട്ടികൾ എൻ്റെ നേർക്ക് കുരച്ചിട്ടും മിണ്ടാതിരുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ ശേഖരൻ എന്ത് വില കൊടുത്തും ഇന്നത്തെ ദിവസത്തിൻ്റെ ആവശ്യം നടത്തിയിരിക്കും. അയാൾ കൗശലത്തോടെ ഒന്ന് ചിരിച്ചു.